ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളൊക്കെ അമല് ചെയ്യുന്നവരാണ്. നമ്മുടെ ഇബാദത്തുകൾക്ക് അർഹമായ പരിഗണന അള്ളാഹു നൽകുമോ ഇല്ലയോ എന്ന ഒരു വേവലാതി നമ്മുടെ ഉള്ളിലുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമല് ഹൃദയ സാന്നിധ്യമുള്ള അമലുകളാണ് എന്ന് നമുക്ക് പൊതുധാരണയുമുണ്ട്. അവിടത്തേക്ക് പൂർണ്ണമായും എത്തിപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല എന്നതൊരു വസ്തുതയാണ്. നമ്മുടെ അമലുകളിൽ ഹൃദയ സാന്നിധ്യം കുറവുണ്ട്. എന്നാൽ നമ്മുടെ മുന്നേ കഴിഞ്ഞു പോയ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള മഹാന്മാരുടെ അമലുകളെ കുറിച്ച് ഒന്ന് പഠിച്ചാൽ, ആ അമലുകളെ ഒന്ന് നിരത്തി വെച്ചിട്ട് അവർ എങ്ങനെയാണ് ഹൃദയ സാന്നിധ്യത്തോടെ മനസ്സറിഞ്ഞ് മറ്റു വിചാരങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് അള്ളാഹുവിന് വേണ്ടി മനസ്സ് പൂർണ്ണമായും കൊടുത്തത് എന്നൊന്ന് പഠിച്ചാൽ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള ഒരു വലിയ രഹസ്യം ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹു നമുക്ക് നമ്മുടെ അറിവിൽ ബറക്കത്തും അമല് ചെയ്യാനുള്ള തൗഫീഖും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ച സ്വഹാബത്തും അവരുടെ പിൻഗാമികളായ താബിഈങ്ങളും എല്ലാ വിഷയത്തിലും നമുക്ക് മാതൃകയാണ്. അവർ അവരുടെ അമലുകളുടെ കാര്യത്തിൽ ഇത്ര കണ്ട് ഉത്സാഹത്തോടെയും താല്പര്യത്തോടെയും ക്ഷീണം പോലും അറിയാതെ രാത്രികൾ ധാരാളം ഉറക്കമൊഴിച്ചു വർഷങ്ങളോളം രാത്രി ഉറങ്ങാതെ ഇബാദത്ത് ചെയ്തും ഒക്കെ നമ്മുടെ മുന്നിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ എന്തായിരിക്കും അതിന്റെ പിന്നിലെ രഹസ്യം? 5 മിനിറ്റ് ദൈർഘ്യമുള്ള 2 റക്അത്ത് നിസ്കാരത്തിൽ പോലും പൂർണ്ണമായൊരു ഹൃദയ സാന്നിധ്യം ഒരു ആയുസ് കൊണ്ട് നമുക്ക് കഴിയാതെ പോകുന്ന അവസ്ഥയാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. അങ്ങനെയുള്ള നമുക്ക് അവർക്ക് ഉണ്ടായ ആ നേട്ടത്തെക്കുറിച്ചുള്ള അനുഭവത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണം കിട്ടിയാൽ വലിയ ഉപകാരമല്ലേ, വലിയ നേട്ടമല്ലേ? നമുക്ക് ആ ചരിത്രങ്ങളിലേക്കൊക്കെ ഒന്ന് പതുക്കെ ഇറങ്ങിച്ചെല്ലാം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ആദ്യം തന്നെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിറിന്റെ ഒരു ആയത്താണ്, 1-2 ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, പാരായണം ചെയ്യാനുള്ളത്. ഹൃദയ സാന്നിധ്യത്തോടെ അമല് ചെയ്യാൻ ഖുർആൻ പാരായണം എന്ന് പറയുന്ന ഒരു മഹാരഹസ്യമാണ് ഈ ആയത്തുകൾ നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നത്. ഖുർആൻ പാരായണം നോക്കിക്കോ, പരിശുദ്ധ ഖുർആൻ പറയുന്നത് എങ്ങനെ പാരായണം ചെയ്യണം എന്ന വിഷയമാണ് ഇവിടെ ഖുർആൻ നമ്മുടെ മുന്നിൽ പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ് സ്വലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫളിഹി ഇന്നഹു ഗഫൂറുൻ ശകൂർ. സൂറത്തുൽ ഫാത്തിർ 29-30 ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത്. അല്ലാഹു പറയാ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. സ്വന്തം ശരീരത്തെ ബോധ്യപ്പെടുത്തി സ്വന്തം ഹൃദയം കൊണ്ട് ആസ്വദിച്ച് പരിശുദ്ധ ഖുർആനിനെ തനിച്ചിരുന്ന് പാരായണം ചെയ്യുന്ന ആളുകൾ. അങ്ങനെ തലായത്തിലു എന്ന പ്രയോഗം, ഖറഅ യഖറഉ പാരായണം ചെയ്തു എന്ന ഒരു പ്രയോഗം ഉണ്ട് എങ്കിലും തലായത്തുലു തിലാവത്ത് എന്ന പ്രയോഗവും ഖുർആൻ പറയാറുണ്ട്. തിലാവത്തിന്റെ പ്രത്യേകത മറ്റാരും ബോധിപ്പിക്കലല്ല, സ്വന്തം ശരീരത്തെ ബോധിപ്പിക്കലാണ്, സ്വന്തം ശരീരത്തെ കേൾപ്പിക്കലാണ്, സ്വന്തം മനസ്സിനെ ഒന്ന് പൊടി ചെളികളിൽ നിന്നും തട്ടി ഉണർത്തി ഉന്മേഷം കൊടുക്കലാണ്. അതാണ് തലായത്ത്. സ്വന്തമായി ഓതി സ്വന്തമായി ആസ്വദിക്കാം. ഖുർആൻ ഇവിടെ പറയാ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. തീർച്ചയായും അള്ളാഹുവിന്റെ ഖുർആനിനെ തനിച്ചിരുന്ന് പാരായണം ചെയ്യുന്നവർ, ആരും കേൾപ്പിക്കാനല്ല പഠിപ്പിക്കാനല്ല ബോധിപ്പിക്കാനല്ല, തനിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യണം.
അങ്ങനെ തനിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നവർ സമയബന്ധിതമായി കൃത്യം വക്കത്തിൽ തന്നെ നിസ്കരിക്കുന്നവർ, കൃത്യം വക്കത്തിൽ തന്നെ നിസ്കരിക്കും, സമയബന്ധിതമായി. ആ ടൈം ഒട്ടും തെറ്റൂല. അഖാമുസ്സലായുടെ അർത്ഥം അങ്ങനെയാ, അല്ലാതെ നിസ്കരിക്കുന്നവരെന്നല്ല. കൃത്യമായ സമയത്ത് തന്നെ നിസ്കാരത്തെ സ്ഥാപിക്കാം. നിസ്കാരത്തെ എവിടെയാണോ ഏറ്റവും ഉത്തമമായ നിലയിൽ സ്ഥാപിക്കൽ, ആ ടൈമിൽ ആ സമയത്ത് തന്നെ നിസ്കരിക്കുക. ഇത് പതിവായി ചെയ്യുന്നവർ. അള്ളാഹു കൊടുത്ത ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ കിട്ടിയ എല്ലാ കാര്യങ്ങളും, പണം മാത്രമല്ല, ഭക്ഷണമല്ല, സ്വാധീനമാവാം, അധികാരമാവാം, എന്തും അള്ളാഹു കൊടുത്ത എന്തും അള്ളാഹുവിന്റെ പൊരുത്തത്തെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് രഹസ്യമായും പരസ്യമായും ദാനം ചെയ്യുന്നവർ, രഹസ്യമായും പരസ്യമായും ദാനം ചെയ്യുന്നവർ. സാമ്പത്തികം എന്ന് അവിടെ അർത്ഥം കൊടുത്താലും ഈ ആയത്തിന് വളരെ ഫിറ്റാണ്. യർജൂന തിജാറത്തൻ ലൻ തബൂർ, അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടത്തെ കുറിച്ച്, ആ കച്ചവടത്തിന്റെ ലാഭത്തെ കുറിച്ച് പ്രതീക്ഷിച്ചിരിക്കാമെന്ന് ഖുർആൻ. അള്ളാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ ആയത്ത് നമുക്കൊന്ന് വിശദീകരിക്കാം. അപ്പൊ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അമൽ ചെയ്യാനുള്ള മഹാന്മാരുടെ ജീവിതത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമുക്ക് പഠിച്ചെടുക്കാനുള്ള ആ മഹാരഹസ്യം തനിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യലാണ്. ഞാൻ ഒരുപാട് സസ്പെൻസ് ആക്കി വെക്കുന്നില്ല. തനിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുക, സ്വന്തം ശരീരത്തെ ബോധ്യപ്പെടുത്തി. ഇനി അത് മഹാന്മാരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ആ ചരിത്രവും കൂടി ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ ഇന്നത്തെ വിഷയം ക്ലോസ് ചെയ്യാം. നോക്കിക്കോ, ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് പ്രധാനമായും 3 അമലാണ്. ഒന്ന്, തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം, അത് ആദ്യം പറഞ്ഞു. അതിനുശേഷം പറഞ്ഞ 2 അമല് വലിയ സാഹസികമാണ്, എന്നാൽ നമ്മളത് ചെയ്യുന്നുമുണ്ട്. ഖുർആൻ പാരായണം ചെയ്യലാണ് 3 അമലിൽ ആദ്യം പറഞ്ഞത്, തനിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യൽ. രണ്ടാമതും മൂന്നാമതും പറഞ്ഞ കാര്യം നമ്മളൊക്കെ ചെയ്യുന്നുമുണ്ട്, എന്നാൽ അത് ചെയ്യേണ്ട പോലെ ചെയ്യൽ വലിയ പ്രയാസവുമാണ്. ഒന്നുകൂടി നോക്കായത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ബോധ്യപ്പെടുത്തി തനിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നവർ. ഒന്നാമത്തെ അമൽ അതല്ലേ. ഇനി അതിന് ശേഷം 2 അമല് പറയാണ്. ഫർള് നിസ്കാരങ്ങളെ കൃത്യമായും അതിന്റെ യഥാർത്ഥ സമയത്ത് സമയം പാലിച്ചുകൊണ്ട് പതിവായി നിസ്കരിക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ ഇവിടെ നിസ്കാരം എന്നതാണല്ലോ ഏറ്റവും വലിയ അമല്. ആ നിസ്കാരത്തെ ഖുർആൻ പാരായണത്തിന്റെ ശേഷമാണ് പറഞ്ഞത്, അല്ലേ? ഖുർആൻ പാരായണം അത്രയും പ്രാധാന്യമുണ്ടോ? നിസ്കാരത്തിന്റെ ശേഷമല്ലേ? അഫ്ദലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹ അസ്വലയാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം നിസ്കാരമാണ്. അപ്പൊ നിസ്കാരത്തെ ആദ്യം പറയാതെ ആദ്യം ഈ ഖുർആൻ പാരായണത്തെ പറഞ്ഞതെന്താ? ഈ നിസ്കാരം കൊണ്ട് പ്രയോജനം കിട്ടാനുള്ള പണി ഖുർആൻ പാരായണത്തിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക്. ഈ നിസ്കാരം നമുക്ക് ഉപകാരപ്പെടാൻ ഹൃദയ സാന്നിധ്യം വേണം. ആ ഹൃദയ സാന്നിധ്യത്തിന്റെ നിർമ്മാണമാണ്, അതിന്റെ അടിത്തറയാണ് തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ആ തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണങ്ങൾ കുറെ കഴിഞ്ഞാലാണ് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന നിസ്കാരങ്ങൾക്ക് ഹൃദയ സാന്നിധ്യം ഉണ്ടാവും. അപ്പൊ നിസ്കാരത്തിന്റെയും സ്വീകാര്യതയുടെ അടിസ്ഥാന ഗുണത്തെ നിർമ്മിക്കുന്ന അതിന്റെ ബേസിക് ആയിട്ടുള്ള ക്രിയേറ്റിംഗ് ആണ്, നിർമ്മാണമാണ് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് എന്ന പ്രയോഗം. അപ്പൊ നിസ്കാരത്തെക്കാളും, ഹൃദയ സാന്നിധ്യമില്ലാത്ത നിസ്കാരത്തെക്കാളും നിസ്കാരങ്ങൾക്ക് ഹൃദയ സാന്നിധ്യം ഉണ്ടാക്കി കൊടുക്കുന്ന അമലിനെ മുന്നേ പറഞ്ഞത് തീർത്തും ശരി തന്നെയാണ്. അങ്ങനെയാണ് പറയേണ്ടത്. കൃത്യമായി വഖത്തുകളിൽ സമയം മാനിച്ചുകൊണ്ട് പതിവായി നിസ്കരിക്കുക എന്നത് സാഹസികമാണ്. നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. സമയം 2 ദിവസമൊക്കെ കറക്റ്റ് ആയിരിക്കും, 3ന്റെ അന്ന് തെറ്റിപ്പോവും, ചിലപ്പോ കളയോ, ചിലപ്പോ വഖത്തിന്റെ അപ്പുറ അറ്റത്തായിരിക്കും കൊണ്ടുവന്ന് വെക്കാം. നിസ്കരിക്കാന്നല്ല പറഞ്ഞത്, നിസ്കാരത്തെ സമയബന്ധിതമായി കൃത്യമായി പതിവായി ഒരു സമയത്ത് തന്നെ ആദ്യ വഖത്തിൽ തന്നെ നിസ്കരിച്ചു പോരാ എന്നാ പറഞ്ഞത്.
അങ്ങനെ ചെയ്യല് ശീലിച്ചു പോരല് സാഹസികമാണ്. അതിന് ശരീരം ഒരുങ്ങിയാൽ പോരാ, മനസ്സ് താല്പര്യപ്പെടുകയും മനസ്സ് ശരീരത്തെ നിർബന്ധിക്കുകയും ചെയ്യണം. അതിന് മനസ്സിന് ആ കരുത്ത് കൊടുക്കുന്ന പണിയാണ് ആദ്യം പറഞ്ഞത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. അള്ളാഹുവിന്റെ ഖുർആനിനെ തനിച്ചിരുന്ന് പാരായണം ചെയ്ത് സ്വന്തം ശരീരത്തിനും മനസ്സിനും ബോധ്യപ്പെടുന്ന രീതിയിൽ നേരത്തെ ഖുർആൻ പാരായണം മുൻകടന്നിട്ടുള്ള ആളുകൾ, അവർക്ക് കൃത്യവും വളരെ സ്പഷ്ടവുമായ രീതിയിൽ സമയബന്ധിതമായി നിസ്കാരത്തെ അതാത് വഖത്തിൽ നിസ്കരിച്ച് പതിവാക്കി കൊണ്ടുപോരൽ പ്രയാസം ഇല്ല. കാരണം അവർ ഖുർആൻ പാരായണമുള്ളവരാണ്. ഇനി മനുഷ്യൻ ചെയ്യുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായും പ്രതിഫലത്തിലേക്ക് എത്താത്ത രണ്ടാമത്തെ കാര്യമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സാമ്പത്തികം ചെലവ് ചെയ്യുക എന്നത്. അത് ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചാ ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും ബോധ്യപ്പെടണം എന്ന ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യും. ഞാൻ ഇനി അവിടെ അത് കൊടുത്തില്ല മോശാവോ എന്ന രീതിയിൽ ചെയ്യും. പള്ളിയിലെ മാസവരിയാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് കൊടുത്തില്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ വഷളാവും എന്ന അർത്ഥത്തിലും ചെയ്യും. ഒക്കെ ചെയ്യുന്നുണ്ട്. ചെയ്യൽ ഫലം ഉള്ളതാവണമെങ്കിൽ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ചെയ്യണമല്ലോ. രഹസ്യമായും പരസ്യമായും അള്ളാഹു തന്നത് ചെലവാക്കാൻ, അങ്ങനെ ചെലവാക്കുന്നവർ, അത് യഥാർത്ഥ രൂപത്തിൽ കൂലി കിട്ടുന്ന രൂപത്തിൽ ചെലവ് ചെയ്യണമെങ്കിൽ ഹൃദയ സാന്നിധ്യം വേണം, അതിനോട് താല്പര്യം വേണം. അത് ചെയ്യുമ്പോൾ അതിനൊരു ആസ്വാദനം ഉണ്ടാവണം, മനസ്സിനൊരു തൃപ്തി ഉണ്ടാവണം. അതിനെന്ത് വേണം? തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം വേണം. അപ്പൊ ഇങ്ങനെ തനിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ നിസ്കാരം ഒരു ഹരമാണ്, ഹൃദയ സാന്നിധ്യം ഉണ്ടാകും. ഇങ്ങനെയുള്ള ഖുർആൻ പാരായണം കൊണ്ട് ഹൃദയത്തെ നന്നാക്കിയിട്ട് നിസ്കരിക്കുകയും ദാനധർമ്മം ചെയ്യുകയും ചെയ്തവർ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന്റെ ഖുർആനിനെ തനിച്ചിരുന്ന് പാരായണം ചെയ്യുന്നവരും, വഅഖാമുസ്സലാ, അതോടൊപ്പം സമയബന്ധിതമായി നിസ്കാരത്തെ പതിവായി നിർവഹിച്ചു പോരുന്നവരും, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും അള്ളാഹു തന്നത് ചെലവ് ചെയ്യുന്നവരും, യർജൂന തിജാറതൻ ലൻ തബൂർ, നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റിയിലുള്ള അമലുകൾ ചെയ്തവരുണ്ടല്ലോ, അള്ളാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അവർക്ക് നഷ്ടമില്ലാത്ത കച്ചവടത്തെ കാത്തിരിക്കാമെന്ന് ഖുർആൻ. യർജൂന, അവർക്ക് പ്രതീക്ഷിച്ചിരിക്കാം. ഖുർആനിൽ പറയുന്ന തറജ്ജി മുഴുവൻ, പ്രതീക്ഷകൾ മുഴുവൻ യഖീനാണ്. അതാണ് ഖുർആന്റെ ബേസ്. ലഅല്ല, ലഅല്ലക്കും തുഫ്ലിഹൂൻ, അവർ വിജയിക്കാം എന്ന് പറഞ്ഞാൽ അവർ വിജയിക്കും എന്നാണ്, വിജയിക്കാൻ വേണ്ടി. ഖുർആനിൽ പറയുന്ന തറജ്ജി മുഴുവൻ, അറബി വ്യാകരണവും ഭാഷാശാസ്ത്രവും ഒക്കെ അറിയുന്നവർക്കറിയാം, ഖുർആൻ ഉപയോഗിക്കുന്ന തറജ്ജി പ്രതീക്ഷകൾ മുഴുവൻ യഖീനാണ്, ഉറപ്പുള്ളതാണ്. അപ്പോ ഇവിടെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ ഖുർആനിനെ തനിച്ചിരുന്ന് പാരായണം ചെയ്യുന്നതോടുകൂടെ ഹൃദയവിശുദ്ധി വരാണ്. എന്നിട്ട് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും ദാനധർമ്മങ്ങളും ഈ ശീലമുള്ള ആളുകൾക്ക് യർജൂന, അവർക്ക് ഉറപ്പിക്കാം, തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടത്തെ ഉറപ്പിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ഇത് അഴിച്ചു പിടിച്ച് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഒന്നും മനസ്സിലാവൂല. കാരണം അത്രയ്ക്കും വലിയ ഒരു രഹസ്യം ഈ ആയത്തുകളിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. പണ്ഡിതോചിതമായി ഇതിനെ ഒന്ന് ആലോചിച്ചാൽ ഒരു സാധാരണക്കാരന് പിടികിട്ടാത്ത ഒരുപാട് രഹസ്യങ്ങൾ. ഈ അക്ഷരങ്ങളൊക്കെ വെറുതെ പറഞ്ഞതല്ല, ഈ ക്രോഡീകരണം വെറുതെ അല്ല, ഇത് അള്ളാഹുവിന്റെ കലാമ. ഇതിൽ തികച്ചും അമാനുഷികമായ ഒരു സാഹിത്യത്തിന്റെ ഒരു വലിയൊരു എന്താ പറയാ, വലിയൊരു പർവ്വത നിരകൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫളിഹി ഇന്നഹു ഗഫൂറുൻ ശകൂർ. അല്ലാഹുവരുടെ പ്രതിഫലത്തെ പൂർത്തീകരിച്ച് നൽകുമെന്ന് ഖുർആൻ. വയസീദഹും, അല്ലാഹു അവർക്ക് കൂടുതൽ കൊടുക്കും. മിൻ ഫളിഹി, അവന്റെ ഔദാര്യത്തിൽ നിന്നും അവർ ചെയ്തതിന് തുല്യമല്ല, അതിൽ കൂടുതൽ അല്ലാഹു നൽകും. ഇന്നഹു ഗഫൂർ, തീർച്ചയായും അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാ. ശകൂർ, അല്ലാഹു നന്ദിയുള്ളവനാ. അല്ലാഹുവേ പടച്ചോനെ, നിനക്ക് എന്തിനാണ് അല്ലാഹ് ഞങ്ങളോട് നന്ദി? അല്ലാഹനെ ഇതിനപ്പുറം എന്താ വിശേഷിപ്പിക്കാനുള്ളത്? അല്ലാഹു നന്ദിയുള്ളവനാ. എന്തിനാ അവന് നന്ദി? അല്ലാഹു ദയാലുവല്ലേ. അല്ലാഹു നമുക്ക് കരുണ ചെയ്യട്ടെ.
അല്ലാഹു നന്ദിയുള്ളവനാണ്. സൂറത്തുൽ ഫാത്തിർ. ഇവിടെ നമ്മൾ പറഞ്ഞത് നിസ്കാരത്തിന്റെ ഹൃദയ സാന്നിധ്യം മഹാന്മാർ ഉണ്ടാക്കിയത് തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം കൊണ്ടാണ്. നോക്കിക്കോ, അതിന് ചില ഉദാഹരണങ്ങളിലേക്ക് കടന്നു വന്നാൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആവട്ടെ ഒന്നാമത്തെ ഉദാഹരണം. നിസ്കാരത്തിന്റെ ഭാരം കളഞ്ഞ് നിസ്കാരം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് എന്താ ചെയ്തിരുന്നത്? ഖുർആൻ തന്നെ പറയട്ടെ. നിസ്കാരത്തിന്റെ ഭാരം പോയി. നിസ്കാരം ഇപ്പോ എത്ര ലളിതമാണ്, നിസ്കാരം എത്ര ആസ്വാദ്യമാണ്, നിസ്കാരം എത്ര മധുരമാണ്. നിസ്കാരത്തിൽ വെച്ച സ്വഹാബിയുടെ കാല് മുറിച്ചത് സയ്യിദുനാ അലി. നിസ്കാരത്തിന്റെ അകത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിച്ചിട്ട് അമ്പിന്റെ കഷ്ണം എടുക്കുന്നു. ഈ നിസ്കാരം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ചർച്ചയുണ്ട്. കാല് മുറിയുന്നോടത്ത് രക്തം വരുന്നുണ്ടല്ലോ, രക്തം നിസ്കാരത്തെ ബാത്തിലാക്കുമല്ലോ. നിസ്കാരത്തിന്റെ ഷർത്തിനെ ഇടർച്ച വരലല്ലേ, അത് നിസ്കാരത്തെ ബാത്തിലാക്കുമല്ലോ. ചർച്ചയുണ്ട് എന്ന് പറഞ്ഞാൽ ആ ചർച്ച ആ ചരിത്രത്തെ, സംഭവത്തെ കൂടുതൽ ബലമുള്ളതാക്കുകയാണ്. മടക്കി നിസ്കരിച്ചു എന്ന വ്യാഖ്യാനങ്ങളാണ് മിക്കവാറും ഉള്ളത്. സ്വഹീഹ് മുസ്ലിമിൽ ഒരു അധ്യായത്തിന്റെ തലക്കെട്ട് തന്നെ ഹബീബായ നബി തങ്ങൾക്ക് നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങൾ എന്നാണ്. ആ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസിൽ കൊണ്ടുവന്ന് ചാർത്തി. നല്ല ഭാരമുണ്ട് അതിനെ. ഒരാളത് ഉയർത്തിയെടുക്കണമെങ്കിൽ ശാരീരിക കരുത്തിലേക്ക് മാനസിക കരുത്ത് ബന്ധിക്കണം. മനസ്സ് നല്ല ഹിമ്മത്ത് കൊടുക്കണം, ധൈര്യം കൊടുക്കണം. മനസ്സ് ശരീരത്തിന് കരുത്ത് കൊടുക്കണം. മനസ്സിന്റെ ആ കരുത്ത് സുജൂദിൽ കിടക്കുന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടുതലാ. കാരണം നിസ്കാരത്തിലാണ് മനസ്സിന് കരുത്ത് കിട്ടിയേക്കാണ്. നല്ല കരുത്തുള്ള നേരമാണ്. ഈ നിസ്കാരവും ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല എന്ന നജസ് സ്പർശിതമല്ലേ, നിസ്കാരം ബാത്തിലാണോ അല്ലേ എന്ന ചർച്ച ഫുഖഹ നടത്തിയിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നവവി തന്നെ അതിന് വ്യാഖ്യാനവും കൊടുത്തിട്ടുണ്ട്. ഈ നിസ്കാരം മടക്കിയതാവാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ ആ അർത്ഥത്തിൽ മഹാന്മാരൊക്കെ നിസ്കാരത്തിൽ പരീക്ഷിക്കപ്പെട്ടവരാണ്. അമൂർത്തപാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ട ദിവെമ്പലോടെ താത്താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി നിറഞ്ഞ കുംഭോടകമോടുകൂടെ താതന്റെ ഗാത്രങ്ങളിലായി പതിച്ചു കുമാരിയാൾ തൻ ചുടൂ കണ്ണുനീർ. വെള്ളത്തോളത്ര മനോഹരമായ ഹബീബിനെ പറ്റി പറഞ്ഞത് മണ്ണിട്ട് മൂടിയ സന്ദർഭം പോലും ഉണ്ടായിട്ടുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ നിസ്കാരത്തിന്റെ നേരത്ത് മണ്ണിട്ട് മൂടിയ സന്ദർഭം പോലും ഉണ്ടായിട്ടുണ്ട്. ആ മൺകൂനയുടെ അകത്തു നിന്നും ചിന്നിച്ചിതറി ഛിദ്രമായി മൺതരികൾ അന്തരീക്ഷത്തിൽ പാറിപ്പറക്കും വിധം ശരീരത്തിന് കരുത്തു കൊടുത്ത മനസ്സ് നിസ്കാരത്തിലുണ്ടായ മനസ്സാണ്. ആ മനസ്സിനെങ്ങനെയാ കരുത്ത് കിട്ടിയത്? നിസ്കാരത്തിൽ കരുത്ത് കിട്ടിയത് ഈ നബിതങ്ങളുടെ നിസ്കാരത്തിന്റെ ശക്തി ഇങ്ങനെ ആയതെന്തുകൊണ്ടാ? ബാഹ്യമായ ഒന്നും അവിടുത്തെ സ്പർശിച്ചിട്ടും അത് അറിയാതെ പോയ മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് കാരണം, മനസ്സിന്റെ കരുത്തിന് കാരണം തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണ. നോക്കിക്കോ, ഈ നബിയോട് പറഞ്ഞത് കിടന്നുറങ്ങിയോടത്ത് നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് നിസ്കരിക്ക് നബിയേ. പരിശുദ്ധ ഖുർആൻ യാ അയ്യുഹൽ മുസമ്മിൽ. മുസമ്മിൽ എന്ന് പറഞ്ഞാൽ പുതപ്പെട്ട് മൂടപ്പെട്ടവൻ എന്നാണ്. ആ പ്രയോഗം തന്നെ സൂചിപ്പിക്കുന്നത് പാതിരാ നിസ്കാരത്തിലേക്കാണ്. ആ പ്രയോഗം സൂചിപ്പിക്കുന്നത് ഖുമിൽ ലൈല, രാത്രി എഴുന്നേറ്റ് വന്നിട്ട് നിസ്കരിക്കൂ എന്ന്. രാത്രിയിൽ ഖിയാമ് പറഞ്ഞാൽ അത് തഹജ്ജുദ് നിസ്കാരത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന് മുമ്പ് ഉറങ്ങണമല്ലോ. ഇഷ കഴിഞ്ഞ് ഉറക്കം നടന്നിരിക്കണം. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് വരിക എന്നത് വളരെ പ്രയാസമാണ്. ആ പ്രയാസം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ ഒട്ടുമേ തട്ടിയിട്ടില്ല. നിസ്കരിക്കല് പ്രയാസമാണ്, നിസ്കരിക്കാൻ എണീറ്റ് വരലും പ്രയാസമാണ്. ഈ രണ്ട് പ്രയാസം ഒഴിവായി കിട്ടും. എന്ത് ചെയ്താൽ മതി? തനിച്ചിരുന്ന് ഖുർആൻ ഓതിയാൽ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നബിയെ അങ്ങ് എഴുന്നേറ്റ് വന്ന് നിസ്കരിക്കണം. ഇല്ലാ ഖലീല,
രാവിന്റെ ഇനിയുള്ള ഒരൽപ്പത്തെ ഒഴിച്ച് ബാക്കിയൊക്കെ അങ്ങ് നിസ്കരിക്കണം. അപ്പൊ ആ അല്പത്തിൽ ഉറങ്ങണം. കുമില്ലയിലെ രാവ് മുഴുവൻ അങ്ങ് നിസ്കരിക്കണം. ഇല്ല കലീല, രാവിന്റെ ഒരു അല്പം ഒഴിച്ച് അധികവും നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന നബിയെ. ആ അല്പം എന്ന് പറഞ്ഞതിനെ നിസ്ഫഹു, അത് വീണ്ടും പകുതിയാക്കണം. അവിൻകുസ് മിൻഹു, പകുതിയാക്കിയാലും പോരാ, അതിനേക്കാളും കുറച്ചും കൂടി കുറയ്ക്കണം. കലീലൻ, ഒരല്പവും കൂടി കുറയ്ക്കണം. ഔ സിദ് അലൈഹി, അല്പാക്കണ്ട, കുറച്ച് കൂടുതൽ കുറച്ചോ, അപ്പൊ ഒട്ടും ഉറങ്ങാനില്ലേ. ഒരാളോട് ഇങ്ങനെയൊക്കെ നിസ്കരിക്കാൻ ഘട്ടം ഘട്ടമായി അങ്ങനെ നിർവഹിച്ചു ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാവിന്റെ കൂട്ടുകാരനായി നിസ്കാരം മാറി. ഈ രീതിയിലേക്ക് നിസ്കാരം അവിടുന്ന് ഭാരമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നിസ്കാരങ്ങളിൽ അവിടുത്തെ മനസ്സിന് സന്തോഷം കൂടുതൽ ഉണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യണം? അടുത്ത വചനം കേട്ടോ. വരത്തിലിൽ ഖുർആന തർത്തീല, ഖുർആൻ പാരായണം അങ്ങ് സ്വന്തം ശരീരം ആസ്വദിക്കും വിധം നടത്തണം. തസബ്ബത് ഫീ തിലാവത്തിഹി എന്നാണ്. അവിടുത്തെ ഖുർആൻ പാരായണത്തിൽ നിരതനായി എന്നാണ്. അവിടെ നിന്ന് ഇങ്ങനെ പാരായണം ചെയ്യുമായിരുന്നു, യഥേഷ്ടം ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങാതെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെയൊക്കെ നിസ്കരിക്കൽ ഒരു ഭാര. നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാരാണല്ലോ. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഹൃദയത്തിൽ അള്ളാഹു എന്ന വിചാരം, ഹൃദയ സാന്നിധ്യം, മറ്റു ചിന്തകളൊന്നുമില്ല, അള്ളാഹ് എന്ന വിചാരത്തോടു കൂടെ നടക്കുന്ന ആൾക്കാർക്ക് അല്ലാത്ത എല്ലാ ആളുകൾക്കും നിസ്കാരം ഭാര. നിസ്കാരത്തിന്റെ അടിസ്ഥാന സ്വഭാവം ഭാരമാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, അത് ഖാശിഈങ്ങളായ ആളുകൾക്കല്ലാതെ എന്ന് ഖുർആൻ. ഹൃദയത്തിൽ പടച്ചോൻ എന്ന വിചാരമുള്ളവർക്കല്ലാതെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാത്തവർക്ക് നിസ്കരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയവും ഭാരാണ്, നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് വരലും ഭാരാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഭാരം ഇല്ലാതിരിക്കാൻ ഒന്നാമത്തെ ഉദാഹരണം പഠിച്ചോ. വറത്തിലിൽ ഖുർആന തർത്തീല, തനിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ഹൈസം ഇബ്നു അബി സിനാനിനെ തൊട്ട് ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വഹാബികൾ നബിയെ വർണ്ണിക്കുന്ന സദസ്സിൽ ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഹും യഖുസ്സൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിസ്സ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സ്. ബുഖാരിയിലുണ്ട് ഹദീസ്. ഖിസ്സയുടെ ഇടയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി ധാരാളം ഖിസ്സകൾ പറഞ്ഞു. അവസാനം കടമെടുത്ത് പറയേണ്ടി വന്നു. കാരണം കടമെടുത്ത് പറയുന്ന, അവിടെ കോട്ട് ചെയ്യപ്പെടുന്ന നബി ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന വരികൾ, വളരെ മനോഹരമായ വരികൾ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പാടിയ കവിതയായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത് അങ്ങോട്ട് പാടാൻ തുടങ്ങി. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ സഖ മഅറൂഫും മിനൽ ഫജ്രി സാതിഉ. സുദീർഘമായ കവിതകൾ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു റസൂലുണ്ട്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിന്റെ ഭാരമറിയാതെ പോയ നബിയ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിച്ചു, മതിയാകുന്നില്ല. നിസ്കരിച്ചിട്ട് കാലിൽ നീര് തളം കെട്ടി ഞാൻ ചോദിച്ചു, നബി എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അഫല അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമ ആവണ്ടേ ആയിഷ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിച്ചിട്ട് നീര് വന്ന് കാലില്. നമ്മള് നീര് വന്നാൽ നിസ്കരിക്കാത്തവരാ. അതങ്ങനെയല്ല, നിസ്കരിച്ചത് നീര് വരാനാ എന്ന് പറഞ്ഞാൽ അത്രയും നിസ്കരിച്ചു, എന്നിട്ടും നിസ്കാരത്തില് അവിടുന്ന് കുറവ് വരുത്തിയില്ല. ആസ്വദിച്ചിട്ട് എന്ത് നീര്, അതിലൊക്കെ വലിയൊരു സുഖല്ലേ നിസ്കരിക്കുമ്പോ കിട്ടുക. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. പടച്ച റബ്ബ് നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. ഹബീബിന്റെ രഹസ്യമതായിരുന്നു തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം. ഞങ്ങളിൽ ഒരു റസൂലുണ്ട്, ആ റസൂലിന്റെ പ്രത്യേകത യത്ലൂ കിതാബഹു ഇദാ ശഖ മഅറൂഫും മിനൽ ഫജ്രി സാതിഉ
ഉഷസിന്റെ ഉദയ നേരത്ത്, തഹജ്ജുദിന്റെ നേരത്ത്, ആരുമില്ലാത്ത രാവിന്റെ മൗനത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയെ അനുഗ്രഹീതമാക്കിയ ഖുർആൻ പാരായണം തനിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണങ്ങൾ ഇനി ഉണ്ടായാൽ നമുക്ക് അപ്പം പരമാവധി ഖുർആൻ പാരായണം ചെയ്യാം. എത്ര കണ്ട് നിസ്കരിക്കുന്നോ അത്രയും പാരായണം ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ഉദാഹരണം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണ് എങ്കിൽ ഇനി കണ്ടോ രണ്ടാമത്തെ ഉദാഹരണം സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഇതിങ്ങനെ അല്ലാട്ടോ, ഇതിൽ കൂടുതലൊക്കെ ഉണ്ടാവും. നമ്മള് ഒരു പരിമിതമായ അറിവല്ലേ ഉള്ളൂ, അതുകൊണ്ട് കണ്ടെത്തിയ അന്വേഷിച്ചെത്തിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നു എന്നല്ലാതെ ഇതൊന്നും ഒരു പൂർണ്ണമായ രീതിയിലുള്ള പഠനമൊന്നും അല്ല. ഒരുപാട് സ്വഹാബികൾക്ക് ഇതൊക്കെ പറയാനുണ്ടാവും. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഉദാഹരണമാക്കി എടുത്താൽ ഇനി അടുത്ത് പറയാനുള്ളത് ഒരുപാട് വേറെ സ്വഹാബികളുണ്ടാവും. എന്നാൽ നമ്മൾ കണ്ടെത്തിയ പരിമിതമായ അറിവിൽ ബോധ്യപ്പെട്ട അടുത്ത മഹാൻ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരുപാട് ഖുർആൻ പാരായണം ചെയ്ത ആളാണ്. ഖുർആൻ പാരായണേ കയ്യിൽ നിന്ന് ഖുർആൻ അങ്ങോട്ട് ഒഴിവായിട്ടില്ല. അങ്ങനെ ഉണ്ട് ചില ആളുകൾ. ഖുർആൻ കയ്യിൽ നിന്നും ഒഴിവാവാത്ത ആളുകളുണ്ട്. അവര് ഖുർആൻ പിടിച്ചുകൊണ്ട് മരിക്കും, ഖുർആൻ കേട്ടുകൊണ്ട് മരിക്കും, ഖുർആൻ കണ്ടുകൊണ്ട് മരിക്കും, ഖുർആൻ ഓതിക്കൊണ്ട് മരിക്കും. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. ഖുർആൻ കേട്ട് മരിക്കുക, ഖുർആൻ കണ്ടു മരിക്കുക, ഖുർആൻ ഓതി മരിക്കുക, അതൊക്കെ ഭയങ്കര ഭാഗ്യ. ഖുർആനുമായി അത്രയും ബന്ധം ഉണ്ടാവണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആനുമായുള്ള ബന്ധം എന്താണെന്നറിയോ? മഹാനവറുകളുടെ സംഭവം കാണാം. അവിടുത്തെ വഫാത്ത് പോലും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് പോലും സംഭവ ബഹുലമായ വഫാത്താണ്. ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വൻ നിഹായയിൽ രേഖപ്പെടുത്തുന്നത് ആ വഫാത്തിന്റെ ഏകദേശം 10 കൊല്ലം മുമ്പേ വഫാത്തായി പോയ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കൊണ്ടുവന്ന് കുടിച്ചു എന്നാ ഇബ്നു തീമിയുടെ ശിഷ്യൻ ഇബ്നു കസീർ അൽ ബിദായയിൽ രേഖപ്പെടുത്തുന്നത്. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് അത്രയും സംഭവ ബഹുലമായ വഫാത്തായിരുന്നു. വീട്ടു തടങ്കലിലായിരുന്നല്ലോ അവിടുത്തെ വഫാത്ത് സംഭവിക്കുന്നത്. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണത്തിലാണ്. എവിടെ ഖുർആൻ ഇപ്പൊ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയുടെ 100 മഹാനവറുകളുടെ മരണം സംഭവിക്കുമ്പോൾ, വെട്ടേൽക്കുമ്പോൾ, ശത്രുക്കൾ വെട്ടാണല്ലോ, ആ വെട്ടേൽക്കുമ്പോൾ മഹാനവറുകൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. സൂറത്തുൽ ബഖറയുടെ 136 ആയത്ത് കഴിഞ്ഞു. ഇനി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് 137ാമത്തെ ആയത്താണ്. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഖ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹ് വല്ലാഹു വഹുവസ് സമീഉൽ അലീം. ഈ ആയത്തിൽ ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന വചനത്തിൽ മഹാനവറുകളുടെ രക്തം വീണതായി ചരിത്രത്തിൽ കാണാം. അത്രത്തോളം ഖുർആൻ കയ്യിൽ നിന്നും ഒഴിവായിട്ടില്ല സയ്യിദുനാ ഉസ്മാൻ. അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റു കൊടുക്കട്ടെ. ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം എങ്ങനെയായിരുന്നു? ഈ രീതിയിൽ ഖുർആനുമായി മനസ്സങ്ങ് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിന് ഭാരമില്ലാത്ത നിസ്കാരമായിരുന്നു ഉസ്മാൻ തങ്ങളുടേത്. ആ നിസ്കാരത്തെ കുറിച്ച് കേട്ടോ, പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു സംഭവം. അനിസ്സാഇബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു അന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖറഅൽ ഖുർആന ലൈലതൻ ഫീ റകഅത്തിൻ ലം യുസല്ലി ഗൈറഹാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഇശാ നിസ്കരിച്ചാൽ പിന്നെ വിത്ർ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു റക്അത്തെ മഹാനവറുകൾക്ക് ഒരു രാത്രിയിൽ നിസ്കരിക്കാൻ കഴിയൂ. ആ ഒരു റക്അത്തിൽ മഹാനവറുകൾ ഖുർആൻ അങ്ങ് ഓതാൻ തുടങ്ങും. ഒരു റക്അത്തിൽ ഒരു ഖത്മുൽ ഖുർആൻ തീർക്കും സയ്യിദുനാ ഉസ്മാൻ. അങ്ങനെ ഓതി ഒരു റക്അത്ത് സുബ്ഹിയാകുമ്പോഴേക്കും തീരുകയേ ഉള്ളൂ. അപ്പോഴേക്കും മഹാനവറുകളുടെ ആ ഒരു റക്അത്തിൽ ആ രാത്രി അവസാനിക്കുന്നു. നിസ്കാരത്തിന്റെ ലഹരി കിട്ടിയത് ഖുർആനിലൂടെ. വിത്തർ നിസ്കാരത്തിൽ മഹാനവറുകൾ അധികവും ഇങ്ങനെ വിത്തർ നിസ്കരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വിത്തർ നിസ്കാരം ഒരു റക്അത്ത് പതിവാക്കൽ ബുദ്ധിമുട്ടില്ല, പ്രശ്നമില്ല എന്ന് പറയുന്ന പണ്ഡിതപക്ഷം ഈ സംഭവത്തെയാണ് തെളിവ് പിടിക്കുക.
അപ്പോൾ ഒരു റക്അത്തെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. നിസ്കാരത്തിന്റെ ആസ്വാദനം അങ്ങനെയായിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്ത മഹാൻ, മൂന്നാമത്തെ മഹാൻ സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവന്റെ ജീവിതത്തിലും എങ്ങനെയായിരുന്നു ഖുർആൻ എന്ന് നോക്കാം. ഇമാം ഷാഫിഈയുടെ ജീവിതത്തിലെ ഖുർആൻ, പടച്ചോനെ റബ്ബേ, എത്ര വലിയ മനോഹരമായ ജീവിതമായിരുന്നു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവനെ കുറിച്ച്, ആ മഹാനവറുകളെ കുറിച്ച് ഇമാം നബവി അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൽ പറയുന്നത് കാണാം. മഹാനായ സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മാ റഅയ്തു വലാ സമിഅതു കാന ഫീ അസ്രി ശാഫിഈ അത്ഖാലില്ലാഹി വലാ ഔറഅ വലാ അഹ്സന സൗതൻ ബിൽ ഖുർആനി മിൻഹു. മഹാനായ ബഹർ ഇബ്നു നസ്ർ എന്നവർ പറയുന്നു റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിഈയെ കുറിച്ച്, ഇമാം ഷാഫിഈയുടെ കാലഘട്ടത്തിൽ അത്രയ്ക്ക് റബ്ബിനെ തഖ്വ ചെയ്ത് ജീവിച്ച ഒരാളെയും കാണാനില്ല. അത്രയ്ക്കും സൂക്ഷ്മതയുള്ള ഒരു ജീവിതം കാണാനില്ല. വലാ അഹ്സനു സൗതൻ ബിൽ ഖുർആനി. ആ മഹാനുഭാവനെ പോലെ ഖുർആൻ ഓതുന്ന, ഇത്ര മധുരത്തിൽ ഓതുന്ന വേറെ ഒരാളെയും കണ്ടിട്ടില്ല ആ കാലഘട്ടത്തിൽ. അത്ര നല്ല ഖുർആൻ പാരായണമായിരുന്നു മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെത്. മഹാനവറുകളുടെ ഖുർആൻ പാരായണം രാവ് മുഴുവനും നിസ്കാരാണ്. രാവ് മുഴുവനും നിസ്കാരം, പകല് നോമ്പ്, വലിയ ഇബാദത്ത്. ഈ ഇബാദത്തുകൾക്ക് ഹൃദയ സാന്നിധ്യം കിട്ടാൻ വേണ്ടി മഹാനവറുകൾ എന്താ ചെയ്തിരുന്നത്? മഹാനവറുകളുടെ ഖുർആൻ പാരായണം കേട്ടോ. മഹാനായ ഹുമൈദി തങ്ങൾ പറയുകയാണ്, ഇതും ശറഹുൽ മുഹദ്ദബിൽ ഇമാം നബവി രേഖപ്പെടുത്തുന്നുണ്ട്. കാന ശാഫിഈ റളിയല്ലാഹു അൻഹു യഖ്തിമു ഫീ കുല്ലി ശഹ്റിൻ 60 ഖത്മ. ഓരോ മാസം 60 ഖത്മുൽ ഖുർആനാണ് ഇമാം ഷാഫിഈ ഓതുന്നത്. ഒരു മാസം 60 ഖത്മുൽ ഖുർആൻ ഓതണമെങ്കിൽ ഒരു ദിവസം ശരാശരി 2 ഖത്മുൽ ഖുർആൻ തീരണം. അങ്ങനെ 2 ഖത്മാണ് ഒരു ദിവസം ഓതുക. അങ്ങനെ ഓതുന്ന ഇമാം ഷാഫിഈ ഒരു ഖത്തം നിസ്കാരത്തിലാ തീർക്കാം, രാത്രിയിലെ നിസ്കാരത്തിൽ. അങ്ങനെയാണ്. ഞാൻ ഈ സംഭവം ഏകദേശം ഒരു 10 കൊല്ലം മുമ്പ് ഒരു സ്ഥലത്ത് വയല് പറഞ്ഞിട്ടുണ്ട്. അന്ന് കോളേജിൽ നിന്നൊക്കെ ഇറങ്ങിയ ഒരു സമയമായതുകൊണ്ട് ഇതിന്റെ വരായികളെ കുറിച്ചൊന്നും ആലോചിക്കില്ല. ഒരു സദസ്സിൽ പറയുമ്പോൾ അത് എന്താണ്, കേൾക്കുന്ന ആളുകൾ എങ്ങനെ മനസ്സിലാക്കുമെന്നൊന്നും ആലോചിക്കില്ല. അങ്ങനെ പറയും. അപ്പൊ ഒരു സഹോദരൻ വയലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ എന്നോട് ചോദിച്ചു, ഉസ്താദെ, ഞാൻ കുറച്ച് ഫോർവേഡ് ചിന്തിക്കുന്ന ആളാ. ഞാൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശരാശരി അരമണിക്കൂർ കൊണ്ടാവനോ ഒരു ജുസ് തീരാ. അങ്ങനെയെങ്കിൽ 15 മണിക്കൂർ ഞാൻ തുടർച്ചയായിട്ട് ഓതിയാലാണ് ഒരു ഖത്തം തീരുകയുള്ളൂ. ഇമാം ഷാഫിഈ ഒരു ദിവസം 2 ഖത്തം ഓതണമെങ്കിൽ 30 മണിക്കൂർ വേണ്ടേ? മൂപ്പര് വിചാരിച്ച മൂപ്പരും ഇമാം ഷാഫിഈ ഒരുപോലെയാന്നാ. എന്നാൽ വെള്ളം പൊളിച്ച വിട്ട പോലെ ഖുർആൻ ഓതാൻ പറ്റും? അങ്ങനെയും പറ്റൂല. പിന്നെ എങ്ങനെ ഇത് കഴിയുന്നു? ഈ 24 മണിക്കൂറിനുള്ളിൽ മറ്റെല്ലാ കാര്യങ്ങളും നടത്തണമല്ലോ, അതിന്റെ കൂടെ ഈ 2 ഖത്തം എങ്ങനെ കഴിയാം? വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകളുടെ ആവശ്യങ്ങളിൽ അള്ളാഹു അവരെ സഹായിക്കൽ അള്ളാഹുവിന് ബാധ്യതയാണ്. സമയവും കാലവും നിയന്ത്രിക്കാനും അതിനെ തിട്ടപ്പെടുത്താനും അള്ളാഹ്ക്കല്ലേ കഴിയൂ. അങ്ങനെ വരുമ്പോൾ മുഅ്മിനീങ്ങളുടെ ആവശ്യം സമയം പോരായുകയാണെങ്കിൽ ആ പോരായിക അള്ളാഹു നികത്തി കൊടുക്കും. മുഅ്മിൻ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹു അങ്ങനെ ചെയ്തു കൊടുക്കും. അസ്ർ നിസ്കാരം ഖളാ ആകുന്ന അവസ്ഥയിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്തക്കിൽ വെച്ചിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ നിസ്കരിക്കാൻ വേണ്ടി സൂര്യനെ മടക്കിയിട്ടുണ്ട്. അൽ ബദറു ശുഖാ ബി അംരിഹി വശംസു ഗർബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. സൂര്യനെ മടക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നടക്കും. മഹാന്മാർ അങ്ങനെ ചെയ്യും. മഹാന്മാരുടെ ജീവിതത്തിൽ സമയത്തെ അള്ളാഹു അവരുടെ സൗകര്യത്തിലേക്ക് സമയത്തെ അള്ളാഹു മാറ്റും. അത് അവരുടെ ഒരു കറാമത്തും കൂടിയാണ്. അള്ളാഹു മുഅ്മിനീങ്ങളെ സഹായിക്കുമെന്ന് ഖുർആനും പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ അള്ളാഹു സഹായിക്കും. അസ്ഹാബുൽ കഹ്ഫിനെ സമയം കൊണ്ടല്ലേ അള്ളാഹു സഹായിച്ചത്? ഒരു ഉറക്കം, എത്ര യുഗങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ ഉറക്കത്തിൽ നിന്നുള്ള ഉണർച്ച. അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും നാൾ അവിടെ കിടക്കുമ്പോൾ അവർക്ക് എന്തും സംഭവിക്കാം. പക്ഷേ അവർ തന്നെ മനസ്സിലാക്കിയത് ഒരു ദിവസമോ അല്ലെങ്കിൽ പകുതി ദിവസമോ ആണ് തങ്ങൾക്ക് ഉറക്കം സംഭവിച്ചിട്ടുള്ളൂ എന്ന അവസ്ഥയിൽ അത്രേ അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതീവ തീവ്രമായ രീതിയിൽ വിശപ്പും ദാഹവും ശരീരത്തിന്റെ മറ്റാവശ്യങ്ങളും അള്ളാഹു നിർവഹിച്ചു കൊടുക്കാണ്. കാലത്തിനതീതമായി മഹാന്മാരുടെ മുന്നിൽ സമയം പ്രശ്നമല്ല. സമയം പ്രശ്നമല്ല. അള്ളാഹു അതിനൊക്കെ കഴിവുള്ളവനാണ്. അള്ളാഹു സമയത്തിന്റെ കാര്യത്തിൽ തന്നെ സ്പെഷ്യലാ. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും.
പ്രപഞ്ചം പടച്ച അന്ന് തന്നെ അള്ളാഹു സമയത്തെ 1 വർഷം 12 മാസം എന്ന തോതിൽ തിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഖുർആൻ. അപ്പൊ സമയത്തെക്കുറിച്ച് നമ്മെക്കാളും കൂടുതൽ അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് മഹാന്മാരും. ആ മഹാന്മാർക്ക് അതിന് വഴിവെച്ചു കൊടുത്ത റബ്ബുൽ ഇസ്സത്ത് ഹുവല്ലദീ ജഅല അശ്-ശംസ ളിയാഅൻ വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില ലിതഅലമു അദദ അസ്-സിനീന വൽ ഹിസാബ്. സൂര്യനും ചന്ദ്രനും കറങ്ങുന്നതും സഞ്ചരിക്കുന്നതും അതുവഴി മനുഷ്യൻ സമയം കണ്ടെത്തുന്നതും സമയം തിട്ടപ്പെടുത്തുന്നതും ഒക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖുദറത്താണ്. അപ്പൊ സമയം മഹാന്മാരുടെ മുന്നിൽ അല്ലാഹു എത്തിച്ചു കൊടുക്കുക. ഇമാം ഷാഫിഈയെ പറ്റി ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുന്ന ഒരൊറ്റ വർത്തമാനം കൂടി പറഞ്ഞിട്ട് ഞാൻ അടുത്ത ആളിലേക്ക് പോകുന്നു. കാന അല്ലാഹു തആല ഖദ് ജമഅ ഫി ഷാഫിഈ കുല്ല ഖൈർ. അല്ലാഹു അവന്റെ ഇഷ്ടപ്പെട്ട ഒരു അടിമക്ക് കൊടുക്കുന്ന എല്ലാ ഖൈറും കൊടുത്ത് സന്തോഷിപ്പിച്ച അല്ലാഹ് ബഹുമാനിച്ച മഹാനാണ് ഇമാം ഷാഫിഈ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തന്നെ പറയുന്നു. ഷറഹുൽ മുഹദ്ദിബിൽ ഈ ഇബാറത്തൊക്കെ കാണാവുന്നതാണ്. അപ്പൊ ഈ മഹാന്മാരുടെ ഈ ഇബാദത്തുകൾക്ക് ഏറ്റവും വലിയ പ്രചോദനവും പ്രേരണയും ആവേശവും ആയി മാറിയത് പരിശുദ്ധ ഖുർആൻ അവർ തനിച്ചിരുന്ന് പാരായണം ചെയ്തു എന്നുള്ളതാണ്. അടുത്ത ആളിലേക്ക് പോകാം. ഇനിയൊരു പെണ്ണാവട്ടെ, ഉമ്മുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, അല്ലാഹു അവരുടെ ഖബർ പ്രകാശപൂരിതമാക്കട്ടെ. വലിയ മഹദിയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അവരുടെ ആങ്ങളെ യഹ്യ മുത്തവ്വജ് എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹത്തിന്റെ മകള് സൈനബിനെ അമ്മായി നഫീസ റളിയല്ലാഹു അൻഹയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ പറഞ്ഞയച്ചിട്ട് ഈ സൈനബ് പറയുന്നുണ്ട്, 40 കൊല്ലം ഞാൻ ഖിദ്മത്ത് ചെയ്തു, ഒറ്റ പകലും നോമ്പ് ഒഴിവാക്കിയതായി ഞാൻ കണ്ടിട്ടില്ല, രാത്രി നിസ്കാരം ഒഴിവാക്കിയതായി ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ രാവ് മുഴുവനും നിസ്കാരം, പകല് മുഴുവനും നോമ്പ്. ഇതായിരുന്നു നഫീസ ബീവി. മദീനയിൽ നിന്നും പരിശുദ്ധ മദീനയിലാണ് അവർ അധിക കാലവും ജീവിച്ചിട്ടുള്ളത്. മദീനയിൽ നിന്നും 30 പ്രാവശ്യം ഹജ്ജ് കർമ്മം ചെയ്യാൻ പോയിട്ടുണ്ട് നഫീസ റളിയല്ലാഹു അൻഹ. എപ്പോഴും ഖുർആൻ സൂറത്തുൽ അൻആം പാരായണം ചെയ്തുകൊണ്ടാണ് മരണം. മരിക്കുമ്പോൾ ഖുർആൻ ഓതുന്നു. നോമ്പുള്ള പകലിലാണ് മരണം. ഖുർആൻ സൂറത്തുൽ അൻആം പാരായണം ചെയ്തു മരിക്കുന്നു. അത്രയ്ക്കും വലിയ മഹദിയാണ്. ഈ മഹദിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഖുർആൻ പാരായണം തന്നെ. അവരുടെ കിടപ്പറയിൽ ഒരു ഖബർ ഉണ്ടായിരുന്നു. ആ ഖബർ കുഴിച്ചിട്ട് ആ ഖബറിന്റെ അകത്തിരുന്നു കൊണ്ട് മഹദി അവர்கள் 5000 ഖത്മുൽ ഖുർആൻ ഓതി എന്ന് പറയുന്ന ചരിത്രമുണ്ട്. അല്ല 2000 ആണെന്ന് പറയുന്നവരുണ്ട്. അല്ല അതിന്റെ അകത്ത് മഹദി അവர்கள் 1900 ഖത്തമാണെന്ന് പറയുന്നവരുണ്ട്. 190 ഖത്തമാണ് ഓതിയതെന്ന് പറയുന്നവരുണ്ട്. ഏതായാലും 5000 6000 ഒക്കെ ഖത്മുൽ ഖുർആൻ ഓതി എന്ന് പറയുന്നുണ്ടല്ലോ. ആ ജീവിതത്തിൽ ഖുർആൻ ഒഴിവായിട്ടില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ പറഞ്ഞ പോലെ ഖുർആൻ ഒഴിവാവാത്തവര് മരണത്തോടു കൂടെയും ഖുർആൻ അവരുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അവർക്ക് മരിക്കാൻ കഴിയും. നഫീസ റളിയല്ലാഹു അൻഹ സൂറത്തുൽ അൻആം ഓതിയിട്ടാ മരിക്കുന്നത്. അൻആം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കാണ്. അങ്ങനെയാണ്. മറ്റൊരു മഹാനെ കാണാം, ഇശാഇന്റെ ഒളു കൊണ്ട് സുബഹി നിസ്കരിച്ചു, 40 കൊല്ലം നിസ്കരിച്ചു. ചില്ലറക്കാരനല്ല. പറഞ്ഞ അങ്ങനെ ഇവരൊക്കെ അങ്ങോട്ട് വിശദീകരിക്കാന്ന് വെച്ചാൽ എവിടെ നിൽക്കും? മഹാന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട പൊതുവായ അമൽ, അവരുടെ അമലുകളെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അവരുടെ നിസ്കാരത്തിന്റെ ഹൃദയ സാന്നിധ്യത്തിന്റെ മഹാരഹസ്യം അവരുടെ ഖുർആൻ പാരായണമായിരുന്നു. എങ്ങനെയും പാരായണം ചെയ്യല്ല, തനിച്ചിരുന്ന് ഏതെങ്കിലും ഒരു ദിവസം പാരായണം ചെയ്താൽ പോരാ, അങ്ങനെ ഒരു പതിവ് നമുക്കുണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആള് മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളാണ്. മഹാനവറുകൾ നിസ്കാരത്തിൽ നമ്മളൊന്ന് അന്വേഷിച്ചാൽ ആ നിസ്കാരം എങ്ങനെയായിരുന്നു? ഇഷയുടെ ഒളുകൊണ്ട് സുബഹി നിസ്കരിക്കുമായിരുന്നു. നല്ലവേറും ഇഷാത്തോളുവാലെ 40 സുബഹി തോളുതോവർ. 40 വർഷത്തെ സുബഹി അങ്ങനെയായിരുന്നു. ഈ മഹാൻ ഖുർആൻ പാരായണം ചെയ്യില്ലായിരുന്നു. അബൂ ഹസൻ അലി അന്നദവി സാഹിബിന്റെ റിജാലുൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന 4 വാള്യങ്ങളുള്ള ഒരു കിതാബുണ്ട്. അതിന്റെ 1-ാം വാള്യത്തിൽ 4-5 മഹാന്മാരെ പറ്റി പറയുന്നുണ്ട്. അതിലൊരു മഹാൻ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയ. നദവി സാഹിബിന്റെ റിജാൽ എടുത്തു നോക്കിയാൽ കാണാം
ളുഹർ നിസ്കാരത്തിന് ശേഷം ആസ്വദിച്ചുകൊണ്ട് 7 ഖിറാഅത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വലിയ സദസ്സ് തന്നെ ഉണ്ടായിരുന്നു ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക്. വലിയ നിസ്കാരക്കാരനായിരുന്നു. ഇശാടെ അതുകൊണ്ട് സുബഹി നിസ്കരിക്കും. ആ രാവ് മുഴുവനും നിസ്കാരം കൊണ്ട് ഹയാത്താക്കും. ഒരു കാൽമേൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ. ഉറക്കം വന്നപ്പോ തന്റെ ശരീരത്തിന്റെ ആ ദുസ്വഭാവത്തെ അതിജയിക്കാൻ ഒരു കാലിൽ നിന്ന് നോക്കി. ആ ഒരു കാലിൽ നിന്നിട്ട് ഉറക്കത്തെ അതിജയിച്ച് ഒരു കാലിൽ നിന്ന് ഒരു ഖത്തമുൽ ഖുർആൻ ഓതി. ഖുർആൻ ഓതുന്നതിൽ വിട്ടുവീഴ്ചയില്ല ഷെയ്ഖ് മുഹ്യിദ്ദീൻ. ഖുർആൻ എവിടെ ഇടപെടും? തനിച്ചിരുന്ന് ഓതണം. സുബഹി നിസ്കാരത്തിന്റെ മുന്നയായി സൂറത്തുൽ അൻആമും അഅറാഫും അൻഫാലും പാരായണം ചെയ്യുന്ന പതിവുള്ള മഹാനായിരുന്നു ഷെയ്ഖുനാ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ. അല്ലാഹു അവിടുത്തെ ഖബർ സ്വർഗ്ഗമാക്കട്ടെ. വഫാത്ത് എങ്ങനെയായിരുന്നു? ഈ മഹാനോട് ഖുർആൻ ചേർന്ന് നിന്നല്ലോ. 996 വഫാത്താകുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ പൂർണ്ണമായും കേൾക്കുകയാണ്. ഖുർആൻ കേട്ട് മരിച്ച മഹാൻ, കൂടെ ഓതിയിട്ടുമുണ്ടാവാം. അബൂ ഹസൻ അലി അൻ-നദ്വി സാഹിബ്, അല്ലാഹു അവരുടെ ഖബർ വെളിച്ചമാക്കട്ടെ. നദ്വി സാഹിബ് മരണപ്പെടുന്നത് വെള്ളിയാഴ്ച രാവിലെയാണ്. ഒരു പ്രാവശ്യം സൂറത്തുൽ കഹ്ഫ് ഓതി. അത് കഴിഞ്ഞ് രണ്ടാമതും ഓതി. രണ്ടാമത്തെ ഓത്ത് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. നമുക്കൊരു ധാരണയുണ്ട്, വെള്ളിയാഴ്ച ആകെ ഒരു കഹ്ഫ് ഓതാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, എത്രയോ ഓതാം. നദ്വി സാഹിബിന് ഖുർആൻ പഠിപ്പിച്ചത് അവരുടെ ഉമ്മയാണ്. ഒരു വലിയ മഹ്ദിയാണ് ഉമ്മ. ഹാഫിളത്തായിരുന്നു ഉമ്മ. ഉമ്മ പഠിപ്പിച്ച ഖുർആന പൊന്നുമോഹന്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് മഹാന്മാരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ ഇബാദത്തുകൾക്ക് ഹൃദയ സാന്നിധ്യമുണ്ടായത് അവരുടെ തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം കൊണ്ടാ.